ചിലപ്പോൾ സ്ക്രീനിൽ കുറച്ച് മിനിറ്റുകൾ മാത്രം മതിയാകും ഒരു നായകനാവാനല്ല വില്ലനാവാനുമല്ല, മറിച്ച് സിനിമയെ മൊത്തത്തിൽ കയ്യിലെടുക്കുന്ന ഒരു അതിഥി വേഷത്തിന്. നല്ലതും ചീത്തയും സിനിമയ്ക്ക് ദോഷം മാത്രം ചെയ്യുന്നതുമായ ഒരുപാട് അതിഥി വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിലെ ആശാന്മാരെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ ഒരു താരത്തിന്റെ കുറച്ചു മിനിറ്റുകൾ മാത്രമുള്ള സാന്നിധ്യം ഒരു നല്ല സിനിമയെ ഒരു ക്ലാസിക് ആക്കി മാറ്റിയ നിമിഷങ്ങളെക്കുറിച്ച്. ഇതാണ് അതിഥിവേഷത്തിന്റെ കല. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 5 ക്യാമിയോ റോളുകൾ ഇവയാണ്. നമ്മുടെ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് തനി സ്റ്റൈൽ കൊണ്ട് ശ്രദ്ധേയമായ ഒരു ക്യാമിയോയാണ്. 1988-ലെ മനു അങ്കിൾ ഒരു ക്ലാസിക് കുട്ടികളുടെ സിനിമയായിരുന്നു. എന്നാൽ സിനിമ ഏതാണ്ട് മനസ്സിലായി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്താണ് സുരേഷ് ഗോപിയുടെ മിന്നൽ പ്രതാപൻ കടന്നുവരുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി പ്രത്യക്ഷപ്പെടുന്നു. ഭരത്ചന്ദ്രൻ IPSന്റെ ഗൗരവത്തോടെയോ അധികാരത്തോടെയോ അല്ല, മറിച്ച് ഒരു പൊട്ടനും തമാശക്കാരനുമായ പോലീസ് ഓഫീസറായിട്ടാണ്. 80കളുടെ അവസാനത്തിൽ വളർന്ന കുട്ടികളുടെ ഒരു തലമുറയ്ക്ക് അതൊരു അതിഥിവേഷം മാത്രമായിരുന്നില്ല. പിന്നീട് മലയാള സിനിമയിലെ ഒരു വൻ ശക്തിയായി മാറാൻ പോകുന്ന ഉദിച്ചുയരുന്ന ഒരു താരത്തിന്റെ ആദ്യ കാഴ്ചയായിരുന്നു അത്. ചെറുതും എന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും മറക്കാനാവാത്തതുമായ ഒരു നിമിഷം. 4-ാം സ്ഥാനത്ത് വലിയ സ്ഫോടനങ്ങളോ നാടകീയമായ രംഗപ്രവേശനമോ അല്ല പ്രധാനമെന്ന് തെളിയിക്കുന്ന ഒരു ക്യാമിയോയാണ്. സൗബിൻ ഷാഹിറിന്റെ സംവിധാനാരങ്ങേറ്റമായ പറവ 2 കൊച്ചുകുട്ടികളുടെയും പ്രാവുപറക്കലിലുള്ള അവരുടെ ആവേശത്തിന്റെയും മനോഹരവും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ ഒരു കഥയാണ്. എന്നാൽ പലരും ഏറ്റവും വ്യക്തമായി ഓർക്കുന്നത് ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ഇമ്രാൻ എന്ന കഥാപാത്രത്തെയാണ്. നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒരു വിധത്തിലുള്ള പ്രശ്നത്തിൽ നിൽക്കാണ്ട് കണ്ടെന്ന്. എടാ പാസ്പോർട്ടിന് കൊടുത്തേക്കടാ, വല്ല പോലീസ് കേസ് അതിന് വിസ കിട്ടുന്ന കോപ്പം കിട്ടണം പന്നി. നാട്ടുകാരുടെയെല്ലാം പ്രിയപ്പെട്ട ഊർജ്ജസ്വലനായ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചെറുതാണെങ്കിലും അത് ഊഷ്മളവും യഥാർത്ഥ സ്നേഹവും നിറഞ്ഞതാണ്. ആ നാട്ടിലെ ഹൃദയമാണ് അയാൾ. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ യാത്ര സിനിമയെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഒരു പ്രശസ്ത മുഖം ചേർക്കുക മാത്രമല്ല, സിനിമയ്ക്ക് ആത്മാവും വൈകാരികമായ ആഴവും നൽകുന്ന ഒരു ക്യാമിയോയാണ് ഇത്. 3-ാം സ്ഥാനത്ത് സിനിമയുടെ വൈകാരികമായ ക്ലൈമാക്സിനു വേണ്ടിയുള്ള ഒരു പ്രകടനമാണ്. ഒരു സാധാരണ ബാർബറുടെയും അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ബാല്യകാല സുഹൃത്തിന്റെയും കഥയാണ് കഥ പറയുമ്പോൾ. സിനിമ മുഴുവൻ ഈ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അവസാനം സൂപ്പർ സ്റ്റാർ അശോക് രാജായി മമ്മൂട്ടി വേദിയിലെത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. സൗഹൃദത്തെയും വിനയത്തെയും കൂറിന്റെ യഥാർത്ഥ അർത്ഥത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊടുന്ന സംഭാഷണം പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തി. വെറും 20 മിനിറ്റിൽ താഴെ മാത്രമേ അദ്ദേഹം സ്ക്രീനിലുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് സിനിമയുടെ മുഴുവൻ സന്ദേശവും നിർവചിക്കുന്നത്. ഇതൊരു അതിഥിവേഷമല്ല, സിനിമയ്ക്ക് ആത്മാവ് നൽകിയ വൈകാരികമായ മുഹൂർത്തമായിരുന്നു അത്. താരമൂല്യം വൈകാരികമായ ആഴത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഒരു യഥാർത്ഥ മാസ്റ്റർ ക്ലാസ്സാണ് ഇത്. 2-ാം സ്ഥാനത്ത് കാത്തിരിപ്പിനുള്ള ഏറ്റവും വലിയ പ്രതിഫലമായ ഒരു ക്യാമിയോയാണ്. സമ്മർ ഇൻ ബത്ലഹേം നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു. സിനിമ മുഴുവൻ നിരഞ്ജൻ എന്ന കഥാപാത്രത്തിന്റെ രഹസ്യം നിലനിർത്തി അദ്ദേഹത്തിന് ചുറ്റും ഒരു ഐതിഹാസിക പരിവേഷം തന്നെ സിനിമ സൃഷ്ടിക്കുന്നു. അവസാനം ക്ലൈമാക്സിൽ ആ രഹസ്യം വെളിപ്പെടുന്നു. ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് അനായാസമായ ആകർഷണീയതയോടെ മോഹൻലാൽ കടന്നുവരുന്നു. അദ്ദേഹത്തിന്റെ വരവ് ഒരു സർപ്രൈസ് മാത്രമല്ല, സിനിമയിലെ ഒരു മാന്ത്രിക നിമിഷമായിരുന്നു. അത് ഒരു നല്ല സിനിമയെ ഒരു സർട്ടിഫൈഡ് ക്ലാസിക് ആക്കി മാറ്റി. ഇവളുടെ എഴുത്തുകളിൽ ഒരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു നിങ്ങളുടെ. സിനിമാ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച കഥാപാത്ര വെളിപ്പെടുത്തലുകളിൽ ഒന്നായി ആരാധകർ ഇന്നും ഈ രംഗത്തെക്കുറിച്ച് പറയുന്നു. സാന്നിധ്യത്തെ പോലെ തന്നെ ശക്തമാണ് പ്രതീക്ഷയും എന്നതിൻ്റെ തെളിവാണ് ഇത്. അവസാനമായി 1-ാം സ്ഥാനത്ത് സിനിമയെ വെറുതെ കയ്യിലെടുക്കുകയല്ല,
ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ നായകനേക്കാൾ കയ്യടി നേടിയ ഒരു ക്യാമിയോ. നരസിംഹം മോഹൻലാലിന്റെ സിനിമയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം ഇന്ദുചൂടനാണ്, ഒരു മാസ് ഹീറോ. എന്നാൽ ക്ലൈമാക്സിൽ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ കോടതി മുറിക്ക് ഒരു തിരുപ്പരി ആവശ്യമായി വരുന്നു. അപ്പോഴാണ് അഡ്വക്കേറ്റ് ഭരതനായി അദ്ദേഹത്തിന്റെ തീപ്പൊരി ഡയലോഗുകൾ, ആ ഊർജം, ആ നിമിഷത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന കരുത്ത് എല്ലാം ആ 3 ഐതിഹാസിക വാക്കുകളിൽ ഒതുങ്ങുന്നു. അതൊരു ഡയലോഗ് മാത്രമായിരുന്നില്ല, അതൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറി. സിനിമയുടെ ക്ലൈമാക്സിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ഒരു ക്യാമിയോയായിരുന്നു അത്. ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിൽ പോലും കൃത്യമായി നൽകുന്ന ഒരു അതിഥി വേഷത്തിന് പതിറ്റാണ്ടുകളോളം സംസാരിക്കപ്പെടുന്ന ഒരു നിമിഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. അപ്പോൾ ഇതാണ് ആ ലിസ്റ്റ്. കുറച്ചാണ് കൂടുതൽ എന്ന് തെളിയിച്ച 5 അവിസ്മരണീയ നിമിഷങ്ങൾ. ഈ നടന്മാർ വെറുതെ വന്നുപോകുകയല്ല ചെയ്തത്. അവർ അവരുടെ കയ്യൊപ്പ് ചാർത്തി. അതിഥിവേഷത്തിന്റെ കല എന്നത് സമയത്തിന്റെയും സ്വാധീനത്തിന്റെയും അല്പം മാന്ത്രികതയുടെയും കളിയാണ് എന്ന് തെളിയിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഈ ലിസ്റ്റിനോട് യോജിക്കുന്നുണ്ടോ? അതോ 1-ാം സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ഏതെങ്കിലും ക്യാമിയോ ഞങ്ങൾ വിട്ടുപോയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.